जो ऑडियंस, आज हम एक नई कविता पढ़ेंगे। हमारी कविता का नाम है मनुष्यदा। यह किसकी कविता है? यह मैथिली शरण गुप्त जी की कविता है। हम पहले कवि के बारे में कुछ जानेंगे, उसके बाद कविता की ओर जाएंगे। ओके, मैथिली शरण गुप्त 1886 में झांसी के करीब चिरगांव में जन्मे मैथिली शरण गुप्त अपने जीवन काल में ही राष्ट्र कवि के रूप में विख्यात हुए। उनकी शिक्षा दीक्षा कर पर ही हुई। संस्कृत, बंगला, मराठी और अंग्रेजी पर इनका समान अधिकार था। गुप्त जी राम भक्त कवि है। गुप्त जी की कविता की भाषा विशुद्ध खड़ी बोली है। गुप्त जी की प्रमुख कृतियां हैं साकेत, यशोधरा, जयद्रथ वध। ओके, मैथिली शरण गुप्त जी 1886 में झांसी के करीब चिरगांव में जन्मे मैथिली शरण गुप्त अपने जीवन काल में ही राष्ट्र कवि के रूप में विख्यात हुए। मैथिली शरण गुप्त ജിയുടെ ജന്മം 1886 നടന്നത്. അദ്ദേഹം ജനിച്ചത് ഝാസി കെ കരീബ് ചിർഗാവ് എന്ന് പറയുന്ന ഒരു ദേശത്താണ്. ഝാസിയുടെ അടുത്തുള്ള ചിർഗാവ് എന്ന് പറയുന്ന ഒരു ദേശത്താണ് അദ്ദേഹം ജനിച്ചത്. രാഷ്ട്രകവി എന്ന രൂപത്തിൽ അദ്ദേഹം വിഖ്യാതനായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫേമസ് ആയി. രാഷ്ട്രകവി എന്ന രൂപത്തിൽ അദ്ദേഹം ഫേമസ് ആയി. ഇൻകി ശിക്ഷാ ദീക്ഷ കർ പർ ഹി ഹുയി ഥി. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമെല്ലാം വീട്ടിലാണ് നടന്നത്. സംസ്കൃത്, ബംഗ്ല, മറാഠി और अंग्रेजी पर उनका समान अधिकार था. അതായത് സംസ്കൃതം, ബംഗ്ല, മറാഠി, അംഗ്രേസി ഈ ഭാഷകളെല്ലാം അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാമായിരുന്നു. ഗുപ്തജി की कविता की भाषा വിശുദ്ധ ഖടി ബോലി है. ഗുപ്തജിയുടെ കവിതയിലെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് വിശുദ്ധ ഖടി ബോലിയാണ്. അദ്ദേഹം രാമഭക്ത കവി थे. वह एक രാമഭക്ത കവി थे. അദ്ദേഹം ഒരു രാമഭക്ത കവിയായിരുന്നു. രാമഭക്ത കവി ആയിരുന്നു मैथिली शरण गुप्त जी. गुप्त जी की प्रमुख कृतियां हैं साकेत, यशोधरा, जयद्रथ वध. ഗുപ്തജിയുടെ പ്രമുഖ കൃതികളാണ് साकेत, यशोधरा, जयद्रथ वध. ओके, तो यह किसकी कविता है बच्चों? यह मैथिली शरण गुप्त जी की कविता है. उनका जन्म कब हुआ था? 1886 में उसका जन्म हुआ था. और कहाँ हुआ था? झांसी के करीब चिरगांव में उनका जन्म हुआ था. उनको वह कैसे किस रूप में विख्यात हुए? वह राष्ट्र कवि के रूप में विख्यात हुए थे. उनकी शिक्षा दीक्षा कहाँ हुई थी? उनकी शिक्षा दीक्षा उनके घर पर ही हुए थे. वह कैसा कवि था? वह राम भक्त कवि था. उनके कविता में कौन सी भाषा का प्रयोग किए थे? वह विशुद्ध खड़ी बोली का प्रयोग करते थे. और उनकी प्रमुख कृतियां क्या क्या है? उनकी प्रमुख कृतियां हैं साकेत, यशोधरा, जयद्रथ वध. ओके, अब हम कविता की ओर जाते हैं. उसके पहले एक स्मॉल इंट्रोडक्शन कविता के बारे में. ओके, प्रस्तुत पाठ का कवि श्री मैथिली शरण गुप्त जी अपनों के सुख दुख की चिंता करने वालों को मनुष्य तो मानता है, परंतु यह मानने को तैयार नहीं है कि उन मनुष्यों में मनुष्यता के सारे गुण होता है. कवि केवल उन मनुष्यों को महान मानता है जो अपनों के सुख दुख से पहले दूसरों की चिंता करते हैं. ഈ കവിതയിലെ കവി मैथिली शरण गुप्त जी ഇതാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇതാണ്: സ്വന്തം കാര്യത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരെ അദ്ദേഹം മനുഷ്യരായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവരിൽ
മനുഷ്യത്വത്തിന്റെ എല്ലാ ഗുണങ്ങളുമുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ കരുതുന്നില്ല. അവരിൽ മനുഷ്യത്വം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യത്വം ഉള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ്? സ്വന്തം കാര്യത്തിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിനെക്കാട്ടിലും മറ്റുള്ളവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരുന്നു, മറ്റുള്ളവരെ കുറിച്ച് ഓർക്കുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ളവരിലാണ് മനുഷ്യത്വം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഗുപ്തജി പറയുന്നത് ഇതാണ്: സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരും മനുഷ്യർ തന്നെയാണ്, പക്ഷേ അവരിൽ മനുഷ്യത്വത്തിന്റെ ഗുണം ഒന്നും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. कवि केवल उन मनुष्यों को महान मानता है जो अपनों के सुख दुख से पहले दूसरों की चिंता करता है. കവി എങ്ങനെയുള്ളവരെയാണ് മഹാൻ എന്ന് പറയുന്നത്? കവി പറയുന്നത് ഇതാണ്: സ്വന്തം സുഖത്തിനെക്കാട്ടിലും കൂടുതൽ, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിനെക്കാട്ടിലും കൂടുതൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യരാണ് മഹാൻ വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. അവരിൽ മനുഷ്യത്വത്തിന്റെ ഗുണമുണ്ട് എന്നാണ് മൈഥിലി ശരൺ ഗുപ്തജി പറയുന്നത്. ഓക്കെ, വഹ മനുഷ്യ में ऐसे गुण चाहता है जिसके कारण कोई भी मनुष्य इस मृत्यु लोक से चले जाने के बाद भी सदियों तक दूसरों की यादों में रहता है, अर्थात मृत्यु के बाद भी अमर रहता है. എന്താണ്? എങ്ങനെയുള്ള മനുഷ്യരാണ്? ആ ഗുണങ്ങളുള്ള മനുഷ്യൻ, അതായത് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ, എപ്പോഴും മറ്റുള്ളവരെ സഹായിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, സ്വന്തം കാര്യത്തിനെക്കാട്ടിലും മറ്റുള്ളവർക്ക് പ്രയോറിറ്റി നൽകുന്ന, ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും? ആ മനുഷ്യനിൽ നല്ല ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങൾ കൊണ്ട്, അദ്ദേഹത്തിന് ഈ നല്ല ഗുണങ്ങൾ കൊണ്ട് ഈ മൃത്യു ലോകത്തിൽ നിന്നും പരലോകത്തിലേക്ക് പോയാലും അദ്ദേഹം മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും ആരും മറന്നു പോകുന്നില്ല. കാരണം എന്താണ്? വഹ് ഹമാരേ ലിയേ കുച്ച് കിയാ ഹൈ, വഹ് ഹമാരേ ലിയേ കുച്ച് അച്ഛി कार्य किया है, इसलिए क्या है हम उनको भूलता नहीं है, वह हमारी यादों में आ जाता है ना. हमें जो कुछ अच्छा किया है वह बात हम याद करते हैं, और उसके साथ हम उस व्यक्ति को भी याद करता है जो हमारे लिए कुछ किया है. इसलिए मैथिली शरण गुप्त जी कहती है कि जो व्यक्ति दूसरों के लिए अच्छा किया है वह व्यक्ति को हम लोग यानी दूसरे लोग कभी नहीं भूलता, वह हमारे मन में जीता है, वह हमारे मन में अमर रहता है, इसलिए उनको मृत्यु नहीं होता है. इस मृत्यु लोक से परलोक में जाकर भी वह हमारे मन में अमर रहता है, उनको कभी मृत्यु नहीं होता है. ये है मैथिली शरण गुप्त जी की ओपिनियन मनुष्य के बारे में. मनुष्य में ऐसे गुण होना चाहिए, अच्छा गुण होना चाहिए. ऐसे गुण होने से वह दूसरों के मन में अमर रहते हैं. ये है इस कविता में वह ऐसे गुणों के बारे में कहा है कुछ, है ना. ये सारे गुण क्या है? ये आखिर क्या है वे गुण? हम इस ചാപ്റ്റർ में हम देखेंगे, इस കവിത में हम देखेंगे. എന്താണ് ആ ഗുണങ്ങൾ? മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നല്ല ഗുണങ്ങൾ നമ്മൾക്ക് വേണം, ഇല്ലേ? अच्छे गुण हमें चाहिए. आखिर ये गुण क्या है? हम इस कविता में देखेंगे. ओके, पेज नंबर 21. ओके, कविता. मनुष्यता. विचार लो कि मर्त्य हो, न मृत्यु से डरो कभी, मरो परंतु यो मरो की याद जो करे सभी. हुई नया सुमृत्यु तो वृदा मरे वृदा जिए, मरा नहीं वही की जो जिया न आपके लिए. वही पशु प्रवृत्ति है कि आप ही चरे, वही मनुष्य है कि जो मनुष्य के लिए मरे. ओके, विचार लो कि मर्त्य हो न मृत्यु से डरो कभी, मरो परंतु यो मरो की याद जो करे सभी. हुई न यो सुमृत्यु तो वृदा मरे वृदा जिए, मरा नहीं वही की जो
जियाना आपके लिए, वही पशु प्रवृत्ति है कि आप ही चरे, वही मनुष्य है कि जो मनुष्य के लिए मरे। इस कविता में कवि कहता है, कवि क्या कहता है? मैथिली शरण गुप्त जी निस्वार्थ भाव से दूसरों की सहायता करने का प्रेरणा देती है। इस कविता से, यानी इस मनुष्यता कविता से मैथिली शरण गुप्त जी निस्वार्थ मन से दूसरों को सहायता करने का प्रेरणा देता है। कवि कहता है कि सच्चा मनुष्य वही है जो दूसरों की सहायता के लिए जीता है और मरता है। कवि कहता है कि वही है, सच्चा मनुष्य वही है जो दूसरों की हित के लिए जीता है और दूसरों की हित के लिए मरता है। वही है സച്ചാ മനുഷ്യ, മഹാൻ മനുഷ്യ. ഈ കവിതയിലൂടെ മൈഥിലി ശരൺ ഗുപ്തജി നിസ്വാർത്ഥ മനസ്സോടെ, സ്വാർത്ഥതയില്ലാത്ത മനസ്സോടെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം എന്നുള്ളൊരു മനസ്സില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പ്രേരണ നൽകുകയാണ്. ഒന്നും നമ്മൾ തിരിച്ച് ആഗ്രഹിക്കാതെ, എന്ത് കിട്ടുമെന്ന് ആലോചിക്കാതെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു പ്രേരണയാണ് നമ്മൾക്ക് ഈ കവിതയിലൂടെ മൈഥിലി ശരൺ ഗുപ്തജി നൽകുന്നത്. അദ്ദേഹം പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മരിക്കുന്നവനുമാണ് യഥാർത്ഥ മനുഷ്യൻ, യഥാർത്ഥ മനുഷ്യസ്നേഹി, യഥാർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മഹാനായ മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് കവി പറയുന്നത്. ഇതിൽ കവി പറയുന്നത് ഇതാണ്. കവി कहता है कि मनुष्य मरणशील व्यक्ति है, मनुष्य मरणशील व्यक्ति है, एक दिन उसका मृत्यु सुनिश्चित है. हम तो मनुष्य है, मनुष्य जन्म लेते हैं और उसकी मृत्यु भी होते हैं. मनुष्य है तो मरना ही चाहिए, इसलिए हम मृत्यु से डरना नहीं चाहिए. मनुष्य है तो मरना चाहिए, इसलिए हम मृत्यु से क्यों डरे? गुप्तजी हमसे पूछता है. ഗുപ്തജി പറയുകയാണ്, മനുഷ്യൻ മരണശീല വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനാണോ അവൻ ഒരിക്കൽ മരിച്ചേ പറ്റൂ. ഏക് ദിൻ ഉസ്കാ മൃത്യു സുനിശ്ചിത ഹെ, ഒരു ദിവസം അവന്റെ മരണം ഉറപ്പാണ്, അവൻ തീർച്ചയായിട്ടും മരിക്കും. മനുഷ്യനായിട്ട് ജന്മം എടുത്തെങ്കിൽ അവന് മരണം ഉറപ്പാണ്. അവൻ ഒരിക്കലും ഈ ഭൂമിയിൽ അങ്ങോളം ജീവിച്ചിരിക്കുകയില്ല. മനുഷ്യനാണോ അവന് മരണം സംഭവിച്ചിരിക്കും, ഇല്ലേ? इसलिए हम मृत्यु से क्यों डरे? हमें मृत्यु से डरने का कोई आवश्यकता नहीं है. हमें मृत्यु से डरने का कोई आवश्यकता नहीं है. നമ്മൾ മൃത്യുവിനെ ഒരിക്കലും ഭയപ്പെടരുത്. മനുഷ്യനാണെങ്കിൽ മരിച്ചേ തീരൂ. അതുകൊണ്ട് എന്തിനാണോ മനുഷ്യൻ മൃത്യുവിനെ ഭയക്കുന്നത്, മരണത്തിനെ ഭയക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? इसकी जरूरत नहीं है, ले मृत्यु से डरने का जरूरत नहीं है. ഒരിക്കലും മരണത്തിനെ നമ്മൾ പേടിക്കാൻ പാടില്ല. हमें दूसरों के हित के लिए मरना या जीना चाहिए, इसे सुमृत्यु कहती है. हमें दूसरों के लिए जीना चाहिए और मरना भी चाहिए. നമ്മൾ മറ്റുള്ളവരുടെ ഹിതത്തിനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മരിക്കണം. അതിനെ നമ്മൾ സുമൃത്യു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് നല്ല മരണം ലഭിക്കുന്നു, സുമൃത്യു ലഭിക്കുന്നു. എങ്ങനെയുള്ളവർക്കാ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മരിക്കുകയും ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ മരണമാണ് സുമൃത്യു എന്ന് പറയുന്നത്. जो लोग हमें दूसरों के हित के लिए जीना चाहिए और मरना चाहिए, ऐसे लोगों के मरण सुमृत्यु कहते हैं, है ना? ऐसे लोगों के मरण, ऐसे लोगों की मृत्यु सुमृत्यु कहती है. जो व्यक्ति अपने हित के लिए जीता है वह पशु के समान होता है. जो मनुष्य अपने
अपने हित के लिए जीता है, अपने बारे में सोचता है, वह पशु के समान होते हैं। वह अपने हित के लिए जीता है, दूसरों के बारे में कुछ चिंता नहीं करता। वह कैसे जीता है, उनका क्या दुख है, उनके जीवन की अवस्था क्या है, वह ऐसे उदास क्यों है, इसके बारे में वह चिंता नहीं करता। वह केवल अपने बारे में चिंता करते हैं। ऐसे लोग भी होते हैं इस पृथ्वी में। ऐसे लोग जीने के कोई आवश्यक, ऐसे लोगों के जीना तो आवश्यकता भी नहीं है। ऐसे लोगों की मृत्यु तो बहुत बुरा होता है। वह दूसरों के मन में जीता भी नहीं है ना। जो लोग हमारे लिए कुछ करता है, हमारे लिए कुछ अच्छा करता है, वह हमारे मन में जीता है। जो अपनों के लिए जीता है, जो लोग अपने बारे में सोचता है, वह पशु के समान होता है। എന്താണ്? സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള ഒരു വ്യക്തി മൃഗത്തിന് സമാനനാണ്, മൃഗത്തിന് തുല്യമാണ് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത്. മൃഗസമാനമാണ് എന്നാണ് പറയുന്നത്. മൃഗങ്ങൾ എങ്ങനെയാണ്? സ്വന്തം കാര്യം മാത്രം നോക്കിയാണ് ജീവിക്കുന്നത്, ഇല്ലേ? ഒരു പശുവിനെ പുല്ല് മേയാനായിട്ട് വിട്ടു. ആ പശു അവിടെ ചെന്ന് എന്താണ് ചെയ്യുന്നത്? പുല്ല് തിന്നുകയാണ്. അവൻ തിരിച്ചു വരുമ്പോൾ ഒരു കുട്ടയിൽ പുല്ലും ശേഖരിച്ചുകൊണ്ടാണോ വരുന്നത് തൻ്റെ മക്കൾക്ക് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന തൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ? ഒരിക്കലുമല്ല. ആ പശു എന്താണ് ചെയ്യുന്നത്? സ്വയമേ പോയി അവന് വേണ്ടുന്ന ഭക്ഷണം കഴിച്ചു, അവൻ്റെ വയറ് നിറയ്ക്കുക, തിരിച്ചു വരിക, ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് മൃഗസമാനനാണ് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, ഇല്ലേ? മൃഗങ്ങളെ പോലെയാണ് ആ മനുഷ്യൻ. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ മൃഗസമാനനാണ് എന്നാണ് കവി പറയുന്നത്. ഓക്കെ, ഇതാണ് മൈഥിലി ശരൺ ഗുപ്തജി ഈ കവിതയിലൂടെ പറയുന്നത്. സച്ചാ മനുഷ്യ വഹി ഹെ ജോ ദൂസരോं की हित के लिए जीता है और मरता है. സച്ചാ മനുഷ്യ, ഒരു യഥാർത്ഥ മഹാനായ മനുഷ്യൻ എങ്ങനെയാണ്? ആ മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മരിക്കുകയും ചെയ്യുന്നു. ജോ दूसरों के लिए, दूसरों की हित के लिए जीता है, वह है सच्चा मनुष्य. ഒരു യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മരിക്കുകയും ചെയ്യുന്നവനാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത്. तो पहला भाग का अर्थ यह है, कवि कहता है कि मनुष्य मरणशील व्यक्ति है, एक दिन उसका मृत्यु सुनिश्चित है, इसलिए हमें मृत्यु से डरने का जरूरत नहीं है. हमें दूसरों की हित के लिए मरना या जीना चाहिए, इसे सुमृत्यु कहता है. जो और मृत्यु के बाद लोग उनका गुणगान करता है. जो व्यक्ति अपने हित के लिए जीता है वह पशु के समान होता है. सच्चा मनुष्य वही है जो दूसरों के हित के लिए जीता है और मरता है. तो എന്താണ് കവി പറയുന്നത്? ഒരു മനുഷ്യനാണ് എങ്കിൽ അവന് മരണം ഉറപ്പാണ്. ഒരു ദിവസം അവൻ്റെ മരണം സുനിശ്ചിതമാണ്. ഇനി എന്താണ്? അങ്ങനെയുള്ളപ്പോൾ നമ്മൾക്കൊരിക്കലും മൃത്യുവിനെ ഭയക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും മൃത്യുവിനെ ഭയക്കാനേ പാടില്ല. മറ്റുള്ളവരുടെ ഹിതത്തിനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ മരണം എന്ന് പറയുന്നത് സുമൃത്യുവാണ്, നല്ല മരണമാണ്. അവൻ എങ്ങനെയാണ്? മരണത്തിന് ശേഷവും മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു, ഓർമ്മകളിൽ അവൻ ജീവിച്ചിരിക്കുന്നു. പിന്നെന്താ പറയുന്നത്? അവനവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന, അവനവൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചാലും ആരും ഓർക്കാൻ പോകുന്നില്ല. അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ പശു സമാനനാണ് എന്ന് പറഞ്ഞാൽ പശു സമാൻ എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ പോലെയാണ്, ഒരു മൃഗത്തെ പോലെയാണ്, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന മൃഗത്തെ പോലെയാണ് ആ മനുഷ്യൻ എന്ന് പറയുന്നു.
സച്ചാ മനുഷ്യ വഹി ഹെ ജോ ദൂസരോं की हित के लिए जीता है और मरता है. യഥാർത്ഥ മനുഷ്യൻ ആരാണ്? മറ്റുള്ളവരുടെ ഹിതത്തിന് വേണ്ടിയിട്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് ആരാണോ അവനാണ് യഥാർത്ഥ മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ, മഹാനായ മനുഷ്യൻ എന്ന് പറയുന്നത്. ओके, ये है मनुष्यता का पहला भाग. ओके, हम दूसरे भाग नेक्स्ट क्लास में पढ़ेंगे. ओके, बाय बच्चों.